ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെയിൻ ജെയ്സ് വ്ളോഗ്സ്. അപ്പം ജെയിൻ ജെയ്സ് വ്ളോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയം ഒരു 11 മണിയായിരിക്കുകയാണ്. നമ്മളിനിയിപ്പം ചോറ് കഴിച്ചിട്ട് നേരെ റൂം എടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഈ റോഡിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പം 4 മണിയാകുമ്പോൾ നമ്മൾ തിരുപ്പൂർ ചെന്നിറങ്ങുന്നതായിരിക്കും. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ റൂമിലോട്ട് പോകും. റൂമിലോട്ട് ചെന്നിട്ട് കാണാം. നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ 65ഉം ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ചിക്കൻ 65 വന്നിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ നാട്ടിലെ ഫുഡ് കണക്ക് തന്നെയാണ്. ഇനി ബിരിയാണി കൂടെ വന്നിട്ട് കാണാം. ഗൈസ്, ബിരിയാണിയും സലാഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല ഗൈസ്. അപ്പം ഇതിപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പം ഗൈസ്, നിങ്ങൾ തമിഴ്നാട് ഈറോഡിൽ ഇറങ്ങുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ജമീൻസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കടയിലോട്ട് ഇറങ്ങണം. ഇവിടുത്തെ ബിരിയാണിയും എല്ലാം സൂപ്പറാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഗൈസ്, ഇപ്പോൾ സമയം 4 മണിയായി. ഇതാണ് നമ്മളെടുത്ത റൂം. ഇപ്പം നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പം നമ്മൾ നേരെ എന്ന് എവിടെയാണ് പോകുന്നത്? ട്രെയിനിനോട് തിരുപ്പൂറാണ് ചെല്ലുന്നത്. തിരുപ്പൂർ ഇറങ്ങിയിട്ട് ഇനി കാണാം. പക്ഷേ ഇത് ഈ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെ കാഴ്ചകളാണ്. അവിടെ ഇത് പഴയ കൽക്കരി ട്രെയിനാണ്. താണ്ട ഇത് അതിൻ്റെ ഒരു ബിൽഡാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതാണ് ഈ റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണുന്നത്. ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ അകത്തെ കാഴ്ചകൾ ഞങ്ങൾ കാണിക്കാം. ഇത് ഈ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകഭാഗമാണ്. ഇവിടെ നിന്ന് നേരെ ചെല്ലുമ്പോഴാണ് റെയിൽവേയിലോട്ട് കയറുന്ന ഒരു വഴി. ഇത് നേരെ ചെല്ലാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ മേലോട്ട് പോകണമെന്ന് തോന്നുന്നു. അത് വാപ്പാടുത്ത് നമുക്ക് ചോദിക്കാം. ഗൈസ്, ഇതാണ് ഈ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകഭാഗം. ഭയങ്കര വലിയ സ്റ്റേഷനാണ് ഗൈസ് ഇത്. ഇനി നമ്മുടെ ട്രെയിൻ വന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരുപ്പൂരാണ് ഇറങ്ങുന്നത്. ഇന്ന് നമ്മൾ തിരുപ്പൂർ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ സാഹചര്യം വെച്ച് നമുക്ക് തിരുപ്പൂർ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ഈ റോഡാണ് ഇറങ്ങിയത്. ഇന്നിപ്പം തിരുപ്പൂരാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇനി തിരുപ്പൂർ ഇറങ്ങിയിട്ട് കാണാം. നമ്മൾ തിരുപ്പൂർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. അത്യാവശ്യം നോർമൽ രീതിയിലുള്ള വലിപ്പമാണ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷന്. അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടാകുമ്പോൾ പോകുന്നത്. അപ്പാ നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? തിരുപ്പൂരിൽ നിന്ന് കോയമ്പത്തൂരാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളൊന്ന് കറങ്ങുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കാണാം. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മേളാണ് ഗൈസ്, മേൽഭാഗം.
അപ്പം ഗൈസ് നമ്മൾ തുണി വാങ്ങാനായിട്ട് ഇവിടെ കടയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു കാഴ്ച കണ്ടതാണ്, കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കൊച്ചിനെ കണക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ്. ഞങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യണം. ഓക്കെ. അപ്പം ഗൈസ് നമ്മളാണെങ്കിൽ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോയമ്പത്തൂർ പോകാണ് ട്രെയിൻ കയറി. അപ്പം ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെ വഴികളാണ്. നമ്മൾ ബേക്കറി കയറി വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്, ആക്റ്റീവായിട്ടുണ്ട് നമ്മൾ. ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ വന്നിട്ട് കാണാം. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ക്യൂ ഒക്കെ ഗൈസ്. പക്ഷേ വാപ്പ ബുദ്ധിമാനാണ് ഗൈസ്, ക്യൂ കുറഞ്ഞ സ്ഥലത്താണ് കയറി നിൽക്കുന്നത്. ഇവിടെ കയറി ഇപ്പോൾ വാപ്പ അപ്പം പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിക്കോളും. പിന്നെ ടിക്കറ്റ് കിട്ടിയിട്ട് കാണാം. നമ്മുടെ ട്രെയിനാണ് ഇതായി വരുന്നത്. ഇത് നമ്മുടെ ട്രെയിനാണ്. ഇനി ഓടി കഴിഞ്ഞൊന്നും കയറാൻ പറ്റത്തില്ല, നിന്നിട്ട് കയറാം. ട്രെയിൻ നിൽക്കുന്നില്ല. ഒന്നോ എല്ലാവരും ഇറങ്ങട്ടെ. അയ്യമ്മോ കയറിയോ. അപ്പോൾ ഗൈസ് നമുക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട്. സീറ്റ് കിട്ടുമെന്ന് നോക്കാം. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ഗൈസ്. സീറ്റും തപ്പി നടപ്പാണ് ഗൈസ് നമ്മൾ. ഒരു സീറ്റ് പോലും കാലിയായിട്ടില്ല, എല്ലാ സീറ്റും കംപ്ലീറ്റ് സീറ്റാണ്. സീറ്റ് കിട്ടിയിട്ട് ഇനി കാണാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോഴത്തെ ബെല്ലൈക്കും കൂടെ നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോ കാണാം. ബൈ ബൈ.